നീ ഇതെവിടെ പോടി? ഞങ്ങളുടെ റൂമിലോട്ട്. അയ്യടാ, ഞങ്ങളുടെ റൂമിലോട്ട്. എന്താടി ഇതിന്റെ കയ്യില്? പാലാ. അയ്യോ, പാലേ കുച്ചു. ഇങ്ങോട്ടാണ് ഇങ്ങോട്ട്. ഇനി മുതലേ എല്ലാ ദിവസവും നീ പച്ചവെള്ളം കുടിച്ചാൽ മതി കേട്ടാ. കൊണ്ടുപോയി കഴിയുക. ഇതാണ് നിന്റെ പണി കേട്ടാ. ഭരത്, എന്താ ചേച്ചി? ഭരത്, തീരെ വൈകി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എന്റെ അളിയാ, തൽക്കാലം എനിക്ക് ഇവിടെ ഇരിക്കാനേ നിവൃത്തിയുള്ളൂ. നിങ്ങൾ പൊക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെയൊക്കെ കണ്ടിട്ട് വരാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ? ഭരത് ഡോക്ടറെ കണ്ടിട്ട് വന്നാ മതി. ഭരത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് അമ്മയും നീരജയും വരാതിരിക്കേണ്ട കാര്യം എന്താ? നല്ലൊരു ദിവസമായിട്ട് എന്റെ മൂടങ്ങ് പോയി. അമ്മ ഒരു കാര്യം ചെയ്യാം, നീരജയും കുട്ടി മറ്റേ കാറിൽ വാ. രമേശ, ഇത് വലിയ രോഗമൊന്നും അല്ലല്ലോ, ഭരത് ഹാൻഡിൽ ചെയ്തോളും. അമ്മ നീരജയും കുട്ടി വാ. ഞങ്ങൾ ഈ കാറിൽ വന്നോളാം. രമേശൻ അമ്മയും നീരജയും കുട്ടി വന്നേക്കണം. ഭരത് വന്നോളൂ. ശരി സാർ. ശരി, വാ കേറ്. വാ. ലക്ഷണം കണ്ടിട്ട് ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാണെന്ന് തോന്നുന്നുണ്ട്. നീ പോയി കാർ പാർക്ക് ചെയ്തിട്ട് വേഗം പാർക്ക് ചെയ്തിട്ട് വാ. ശരി മേഡം. പോരാ, ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. നീ എവിടെയാടി തള്ളിക്കറി പോകുന്നേ? ഇവിടെ നിന്നാ മതി, രമേശ് വരും. രമേശൻ എന്തിനാ വരുന്നത്? അത് കൊള്ളാം. ഈ വീട്ടിൽ ജോലിക്കാരിക്ക് മാത്രം മതി ഓണാഘോഷം. ഡ്രൈവറും മനുഷ്യനാ. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രാധികയ്ക്ക് ഇതുമായിട്ട് എന്താ അമ്മേ ബന്ധം? ജോലിക്കാരെ എല്ലാം റിസോർട്ടിനകത്തേക്ക് ആട്ടി തെളിച്ചോണ്ട് പോകണമെന്ന് നിനക്ക് എന്തെത്ര നിർബന്ധം? ഇവിടെ നിൽക്കട്ടെ, വെറുതെ നാണക്കേടാവും. ആ നാണക്കേട് ഞാൻ സഹിച്ചു. വാ രാധിക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വായടച്ച് മിണ്ടാതിരുന്നോണം. നമസ്കാരം. നമസ്കാരം. ഹായ്, ഐ എം സവിത ഭാസ്കർ. ഞാനാണ് ഇന്നത്തെ ഓണം പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് വേണ്ട റൂംസിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര റൂം വേണമെന്നുള്ള കാര്യം മാത്രം കൺഫേം ചെയ്താൽ മതി. എത്ര റൂം വേണ്ടി വരും? എനിക്ക് ഹസ്ബൻഡിനും മോൾക്കും കൂടി ഒരു റൂം, അമ്മയ്ക്കും നീരജിക്കും ഭരത്തിനും കൂടി ഒരു റൂം പോരെ? മതി മതി. ടോട്ടൽ 2 റൂം മതി. അത് മതിയോ? രാധികയ്ക്കും മണിക്കുട്ടിക്കും വേണ്ടേ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതെ, സവിത എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. സവിത മോളെ, എന്റെ ഡ്രൈവർ വന്നിട്ടുണ്ട്. അവർക്ക് ഇവിടെ റൂംസ്. ഡ്രൈവേഴ്സിനൊക്കെ പാർക്കിങ്ങിനോട് ചേർന്ന് അവിടെ ക്വാർട്ടേഴ്സ് റൂം ഉണ്ട്. ഓ, അത് മതി. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അക്കൂട്ടത്തിൽ ഒരു ചെറിയ റൂം ദേ ഇവൾക്കും ഈ കൊച്ചിനും കൂടി കൊടുത്തേക്കണം. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയാ. എല്ലാവരും കൂടി പോരുമ്പോ വീടും തുറന്നിട്ട് ഇവരെയൊക്കെ വിശ്വസിച്ച് അവിടെ ഇരുത്താൻ പറ്റൂ. അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണ്ട. ഞങ്ങൾക്ക് തരുന്നത് പോലെ തന്നെ ഒരു മുറി രാധികയ്ക്കും മോൾക്കും കൊടുക്കണം. ഞങ്ങൾ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതേപോലെ തന്നെ ഇവരെയും പരിഗണിക്കണം. മറ്റാരും പറയുന്നത് ഇക്കാര്യത്തിലെ മുഖവിലേക്ക് എടുക്കണ്ട. ശരി, ഇവർക്ക് 3 റൂംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് വരുമ്പോഴേക്കും എല്ലാവരും പോയി ഫ്രഷ് ആയി വന്നേക്കണം. ചീഫ് ഗസ്റ്റ് വരുമ്പോ കുട്ടികൾ ആരെങ്കിലും ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചാൽ നന്നായിരുന്നു. മുത്തിനെ അതിനൊന്നും കിട്ടില്ല.
വെയിലും കൊണ്ട് ഗസ്റ്റിനെ നോക്കി നിൽക്കേണ്ട ഗതികേടൊന്നും അവൾക്കില്ല. നിങ്ങക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട കേട്ടോ. ഞാൻ മതി ആന്റി. ആഹാ മതിയല്ലോ സുന്ദരിക്കുട്ടി. അയ്യോ അത് ശരിയാവോ? മോൾക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. ആ മുന്നോട്ട് വന്ന് ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള മനസ്സാ കുട്ടികൾക്ക് ആദ്യം വേണ്ടത്. അതുണ്ടല്ലോ ബൊക്കെ കൊടുത്ത് ഗസ്റ്റിനെ സ്വീകരിക്കണം. അപ്പൊ എല്ലാരും റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വരും. ഇവർക്ക് റൂം കാണിച്ചു കൊടുക്കാം. ശരി വരൂ സാർ. ഞാൻ പറഞ്ഞില്ലേ അവള് വലിയ ആള് കളിക്കാൻ നോക്കുക. ഒന്നുമില്ല, നീ സ്നേഹത്തോടെ അവളെ ഇങ്ങ് വിളിക്ക്. ഒരു കാര്യം പറയാം. മണിക്കുട്ടി ഒന്നിങ്ങ് വന്നേ. ചെല്ല. എന്താ മുത്തേ? നിന്നോട് ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? വായടിച്ച് മിണ്ടാതിരിക്കാൻ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മതിയോ ആന്റിയും ചോദിച്ചാ നീയല്ലേ? മര്യാദക്ക് എവിടെങ്കിലും പോയി ഇരുന്നോണം, ഇല്ലെങ്കിലുണ്ടല്ലോ. വാ മോളെ. മോള് വേണം ഗസ്റ്റിനെ സ്വീകരിക്കാൻ. അമ്മേ നീ വന്നോ? വരാതെ പറ്റുമോ? രണ്ടും കൽപ്പിച്ചിങ്ങോട്ട് പോന്നാ. അമ്മേ എന്താടാ ഇതെന്താ സംഭവം? ഈ കിണിക്കുട്ടിയാണോ ഗസ്റ്റിനെ സ്വീകരിക്കാൻ നിൽക്കുന്നത്? മുത്തിനോട് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. നമ്മള് പാലക്കൽ കുടുംബക്കാർക്ക് വെയിലും കൊണ്ടുനിന്ന് വല്ലവരെ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? വല്ലവരോ? നല്ല ഒന്നാം തരം സിനിമ താരാ വരുന്നത്. എന്റെ അമ്മ മണ്ടത്തരം കാണിക്കല്ലേ. മുത്ത് വേണം ഗസ്റ്റിനെ സ്വീകരിക്കാൻ, എങ്കിലേ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കൂ. ഇനിയിപ്പോ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യും?